നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളിൽ ഒന്നിനെ കുറിച്ചാണ്. അതെ, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ POMIS, അതുമല്ലെങ്കിൽ MIS. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ സുരക്ഷിതത്വം കൊണ്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീം പ്രകാരം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, പ്രതിമാസം എത്ര വരുമാനമാണ് ഈ ഒരു സ്കീം പ്രകാരം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ ഏറെ പോപ്പുലർ ആയിട്ടുള്ള MIS പ്ലസ് RD കോംബോ എന്താണത്, അതുപോലെ തന്നെ MIS പ്ലസ് RD കോംബോയിൽ നിന്നും 14% പലിശ ലഭിക്കുന്നു എന്നൊരു മിത്ത് നിലവിലുണ്ട്. എന്താണ് അതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം? ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ ഒരു പൊതുവായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ സാമ്പത്തിക അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. MIS അതായത് മന്ത്ലി ഇൻകം സ്കീം, ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതിമാസം ഒരു ഇൻകം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഇത്. പ്രതിമാസം ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്രകാരം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് നിങ്ങൾക്ക് ഒരു പ്രതിമാസ വരുമാനം എന്നോണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്ന ഒരു സ്കീമിനെയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്രകാരം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് നിങ്ങൾക്ക് ഒരു പ്രതിമാസ ഇൻകം എന്നോണം വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് വളരെ കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ സപ്പോർട്ടുള്ള, ഗവൺമെന്റിന്റെ ബാക്കപ്പ് ഉള്ള ഒരു ഗ്യാരണ്ടീഡ് സ്കീം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ ആദ്യം അടക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഈ ഒരു കാലയളവിന് ശേഷം, 5 വർഷത്തെ കാലയളവിന് ശേഷം ആ പ്രിൻസിപ്പൽ എമൗണ്ട് നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ, പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 7.4%. ഈ ഒരു 7.4% പലിശ നിരക്കിലുള്ള എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം ലഭിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആർക്കൊക്കെയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധ്യമാണ്. അതുകൂടാതെ ഇൻഡിവിജ്വൽ ആയിട്ടും ജോയിന്റ് ആയിട്ടും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുകൂടാതെ 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ ഒരു സ്കീം പ്രകാരം അവരുടെ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും സാധ്യമാണ്. ആ കുട്ടിക്ക് ഒപ്പിടാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ തുക, മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് 1000 രൂപയും മാക്സിമം ഡെപ്പോസിറ്റ് എമൗണ്ട് അത് സിംഗിൾ അക്കൗണ്ട് ആണെങ്കിൽ 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപയും വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു പരിധി വെച്ചത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മന്ത്ലി ലഭിക്കുന്ന എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് വലിയ ഒരു എമൗണ്ട്, അതായത് ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് എമൗണ്ടിന് ഒരു ലിമിറ്റേഷൻ വെച്ചിരിക്കുന്നത്. മാത്രമല്ല പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക്, അതായത് സമൂഹത്തിലെ മിഡിൽ ക്ലാസ്സിൽ വരുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് സേവിങ്സ്, അവർക്ക് അല്ലെങ്കിൽ പ്രതിമാസം ഒരു വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു സ്കീം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചത്. ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഞാൻ ഈ ഒരു സ്കീമിന്റെ ഡ്യൂറേഷൻ 5 വർഷമാണ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു 5 വർഷത്തിന് മുമ്പ്, അതായത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അക്കൗണ്ട് പിൻവലിക്കാൻ സാധ്യമാണോ, അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധ്യമാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. തീർച്ചയായും സാധ്യമാണ്, പക്ഷേ ചില പെനാൽറ്റികൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ആരംഭിച്ച് ആദ്യത്തെ 1 മുതൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 2% ഡിഡക്ഷൻ ഉണ്ടാകും. ഇനി അതല്ല 3 മുതൽ 5 വർഷത്തെ കാലയളവിനുള്ളിൽ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ 1% ഡിഡക്ഷൻ ഉണ്ടാകും. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും അവസാന മാസത്തെ പലിശയും ലഭിക്കുന്നു. സോ ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പെട്ടെന്ന് പണം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്കീമിലേക്ക് മാറ്റിവെക്കുന്ന പണത്തെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതിനായിട്ട് സെപ്പറേറ്റ് ഒരു എമൗണ്ട് നിങ്ങൾ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 7.4% പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്രകാരം ലഭിക്കുന്ന പലിശ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഈ ഒരു പലിശ നിരക്ക് പ്രകാരം പ്രതിമാസം എത്ര എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിങ്ങൾ 1 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം 617 രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്. ഇനി 3 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം 1850 രൂപ ക്രെഡിറ്റ് ആവുന്നു. 5 ലക്ഷമാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 3083 രൂപ പ്രതിമാസം ക്രെഡിറ്റ് ആവുന്നു.
7,50,000 രൂപ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിലേക്ക് നിക്ഷേപിച്ചാൽ പ്രതിമാസം 4,617 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. 9 ലക്ഷം രൂപയാണ് നിങ്ങൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ പ്രതിമാസം 5,550 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതുമായ ഒരു ക്യാഷ് ഫ്ലോ ആണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സ്ട്രാറ്റജി, ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സ്കീം പ്രകാരം ഈ ഒരു സ്കീം ഉപയോഗിച്ച് ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജി. വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്ലസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്, MIS പ്ലസ് RD. എന്താണ് MIS പ്ലസ് RD എന്ന് പറയുന്ന ഒരു കോംബോ? അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്രകാരം പ്രതിമാസം നമ്മുടെ അക്കൗണ്ട് ഹോൾഡറുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പണം ചെലവഴിക്കുന്നതിന് പകരമായിട്ട് RDയിലേക്ക്, പോസ്റ്റ് ഓഫീസിന്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സ്കീമിലേക്ക് ഇത് നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. RDയുടെ ഇപ്പോഴത്തെ പലിശ നിരക്ക് 6.7%. അത് എല്ലാ ക്വാർട്ടറിലും കോമ്പൗണ്ട് ആവുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ MISൽ ആകെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 5 ലക്ഷം രൂപ എന്നിരിക്കട്ടെ. പ്രതിമാസം അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് 3,083 രൂപ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് 3,083 രൂപയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം മൊത്തം ലഭിക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് 1.85 ലക്ഷമായിരിക്കും. 1,85,000 രൂപയായിരിക്കും. ഈ ഒരു 3,083 രൂപ 5 വർഷത്തേക്ക് നിങ്ങൾ എല്ലാ മാസവും RDയിലേക്ക് നിക്ഷേപിക്കുന്നു എന്നിരിക്കട്ടെ. RD ഇത് കോമ്പൗണ്ടിംഗ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യുന്നു. അതായത് 34,000 രൂപ എക്സ്ട്രാ ലഭിക്കുന്നു. 1,85,000 രൂപയല്ല, നിങ്ങൾക്ക് ലഭിക്കുന്നത് 2,20,000 രൂപയായിരിക്കും. യാതൊരു എക്സ്ട്രാ റിട്ടേണും ഇല്ലാതെ 8.8% നിങ്ങൾക്ക് പലിശ നിരക്ക് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് 7%. അതുപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്നും RDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കും 7%. അപ്പോൾ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമും RDയും ചേർന്ന് വരുന്ന സമയത്ത് 14% പലിശ നിരക്ക് ലഭിക്കണ്ടേ? അങ്ങനെയല്ല ആക്ച്വലി റിട്ടേൺ വർക്ക് ചെയ്യുന്നത്. രണ്ട് സ്കീമിൽ നിന്നുള്ള പലിശ നിരക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ടുള്ള റിട്ടേൺ അല്ല ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോഴത്തെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ടാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റീവ് റിട്ടേൺ 8.8% ആവുന്നത്. അത് 14% അല്ല. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു കോംബോ സ്കീം സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേബിൾ ആയിട്ടുള്ള പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വരുമാനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് പ്രതിമാസം ക്യാഷ് ഫ്ലോ ആഗ്രഹിക്കുന്ന റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്ഥിര വരുമാനമില്ലാത്ത ഫ്രീലാൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചെറുകിട ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി പരീക്ഷിക്കാൻ താല്പര്യമുള്ള യങ് ആയിട്ടുള്ള നിക്ഷേപകർക്ക് ഈ ഒരു ഓപ്ഷൻ സ്യൂട്ടബിൾ ആണ്. തീർച്ചയായും എല്ലാവർക്കും ഡിഫറന്റ് ആയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും, പക്ഷേ ഇതൊരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്നും അതുപോലെ തന്നെ RDയിൽ നിന്നുമുള്ള ഇൻകം എല്ലാം ടാക്സബിൾ ആണ്. TDS ഇവിടെ ആപ്ലിക്കബിൾ അല്ല. എന്നാൽ നിങ്ങളുടെ വാർഷിക ആദായ നികുതി റിട്ടേണിൽ പലിശ ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ടാക്സ് ലാബിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ടാക്സ് അടക്കേണ്ടതായിട്ടുമുണ്ട്. അതായത് നിങ്ങൾക്ക് 60,000 രൂപ പലിശ നിരക്ക് ലഭിക്കുകയും നിങ്ങൾ 20% ടാക്സ് ലാബിൽ ഉൾപ്പെടുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 12,000 രൂപ ടാക്സ് ഇനത്തിൽ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. നിങ്ങളുടെ ഇൻഡിവിജ്വൽ സിറ്റുവേഷനെ അടിസ്ഥാനമാക്കിയാണ് ടാക്സ് ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. അതിനുശേഷം പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നോമിനി ഇൻഫർമേഷൻ എന്നീ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ എന്നീ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യുക. ശേഷം ക്യാഷ് വഴിയോ ചെക്ക് വഴിയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴിയോ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പാസ്ബുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കും. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രതിമാസ വരുമാനം ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് അതിൽ നിന്നും ഈ ഒരു പണം പിൻവലിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് RDയിലേക്കോ PPFലേക്കോ മറ്റേതെങ്കിലും സേവിംഗ് സ്കീമിലേക്കോ ഈ പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധ്യമാണ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിനോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയുടെ ലൈഫും സെക്യൂർ ആക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത്. 400 മുതൽ 500 രൂപ വരെ പ്രതിമാസ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്നും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ലഭ്യമാണ്. 51 ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് അവിടെയുണ്ട്. മാത്രമല്ല 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. കൂടാതെ കോടികളുടെ കവറേജും പോളിസി ബസാറിന്റെ ടേം ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. ടേം ഇൻഷുറൻസ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസും. എപ്പോഴാണ് നമുക്ക് ഒരു ആശുപത്രി കേസ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പണം മൊത്തം അതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രാധാന്യം. പോളിസി ബസാറിൽ നിന്നും പ്രതിമാസം 400 മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും അവൈലബിൾ ആണ്. കോടികളുടെ കവറേജ് ലഭ്യമാകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളിൽ 25% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. കൂടാതെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾക്കും 30
മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടി നൽകുന്നു. 51ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഇവിടെയുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹായത്തിനായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജറുടെ അസിസ്റ്റൻസും പോളിസി ബസാറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ പോളിസി ബസാറിൽ നിന്നും വാങ്ങാം. സോ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം പ്ലസ് RD എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കീമിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ ഒരു വീഡിയോ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് എന്ന കാര്യം ക്വിക്കായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, പ്രതിമാസം വരുമാനം ലഭിക്കുന്ന 5 വർഷത്തെ കാലയളവിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന 7.4% പലിശ നിരക്ക് ലഭിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ്, ഒരു സർക്കാർ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. അതുപോലെ തന്നെ RDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്ക് 6.7%. ഇത് കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റ് ആണ്. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പ്രതിമാസ വരുമാനം RDയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോ സ്ട്രാറ്റജിയെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അതിൽ നിന്ന് ലഭിക്കുന്ന എഫക്റ്റീവ് റിട്ടേൺ 8.8%. അത് 14% അല്ല. മാത്രമല്ല ഈ പലിശ നിരക്ക് ടാക്സബിൾ ആണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത് റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ പ്രതിമാസം ഒരു വരുമാനം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമാണ്. കൂടാതെ സ്റ്റേബിൾ ആയിട്ടുള്ള വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് വളരെ സ്യൂട്ടബിൾ ആവുന്ന ഒരു പദ്ധതിയാണ് ഇത്. സോ ഈ ഒരു സ്കീം പ്രകാരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, ഏറ്റവും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഡെപ്പോസിറ്റ് സ്കീമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കമന്റ് രേഖപ്പെടുത്താവുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഇതുവരെ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Bosswala. Be the boss.